ഇനി നമുക്ക് HTML എഡിറ്റേഴ്സ് എന്ന് പറയുന്നത് നമുക്ക് പല എഡിറ്റേഴ്സ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതായത് നോട്ട് പാഡ് ഉണ്ട്, ടെക്സ്റ്റ് എഡിറ്റ് ഉണ്ട്. ടെക്സ്റ്റ് എഡിറ്റ് ആക്ച്വലി മാക്കിന് വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. നോട്ട് പാഡ് ആണെങ്കിൽ നമുക്ക് വിൻഡോസിൽ യൂസ് ചെയ്യാം. നോട്ട് പാഡ് ഉണ്ട്, നോട്ട് പാഡ് പ്ലസ് പ്ലസ് ഉണ്ട്, സബ്ലൈം ഉണ്ട്, ആറ്റം ഉണ്ട്. അങ്ങനെ കുറേ ടെക്സ്റ്റ് എഡിറ്റേഴ്സ് നമുക്കുണ്ട്. പക്ഷെ ഞാൻ കൂടുതലും പ്രിഫർ ചെയ്യുന്നത് വിഷ്വൽ സ്റ്റുഡിയോ കോഡാണ്. ആക്ച്വലി ഇത് ഭയങ്കര സിമ്പിളാണ്. കാരണം നിങ്ങൾക്ക് ഒരു വെബ് ഡെവലപ്മെൻ്റ് ആണ് നിങ്ങൾ ചെയ്യുന്നെങ്കിൽ നിങ്ങൾക്ക് പോർട്ടബിൾ ആയിട്ടുള്ള ഒരു ID എന്ന് പറയുന്നത്, യൂസർ ഫ്രണ്ട്ലിയും ആയിട്ടുള്ള സാധനം എന്ന് പറയുന്നത് ഈ വിഷ്വൽ സ്റ്റുഡിയോ കോഡ് തന്നെയാണ്. കാരണം ഇതിനകത്ത് ഒരുപാട് നമുക്ക് സജഷൻസ് തരും. അതുപോലെ തന്നെ നമുക്ക് കഴിഞ്ഞ വീഡിയോയിൽ ചെയ്ത പോലെ ഇങ്ങനെ ഒരു എൻമെറ്റ് എന്ന് പറയുന്നത് നമുക്ക് അബ്രിവേഷൻസ് നമുക്ക് തരും. ഇങ്ങനത്തെ കുറേ സജഷൻസ് തരും. ഇപ്പോൾ നമുക്കൊരു എലമെൻറ്റ് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഡിവ് എന്ന് പറയുന്ന ഒരു എലമെൻ്റ് ആണ്, അത് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡിവ് എലമെൻറ്റ് ഓട്ടോമാറ്റിക്കലി തരും. അപ്പോൾ ഇങ്ങനെ കുറേ സജഷൻസ് എനിക്ക് തരും. അതാണ് വിഷ്വൽ സ്റ്റുഡിയോ കോഡിലെ കുറച്ചുകൂടെ എന്താ പറയുക, ഒരു യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ID തന്നെ പറയാം. സോ നിങ്ങൾ വിഷ്വൽ സ്റ്റുഡിയോ കോഡ് തന്നെ ചെയ്ത് നോക്കുക. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ഐഡിയ ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് നമുക്ക് എഡിറ്റേഴ്സിനകത്ത് ഇതിനകത്ത് കുറേ പറയുന്നുണ്ട്. സോ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ നമ്മളൊരു HTML ഫയലായിട്ട് സേവ് ചെയ്തിട്ട് നമുക്ക് അതിനകത്ത് തന്നെ ഒരു HTML കണ്ടന്റ് നമ്മൾ HTML കണ്ടന്റ് ആഡ് ചെയ്യുന്നു. അതിൽ സേവ് ചെയ്തിട്ട് നമ്മളിങ്ങനെ ഒരു ഫയൽ ലോഡ് ചെയ്ത് നമ്മളിവിടെ ഈ ബ്രൗസറിനകത്ത് കാണിക്കുന്നു. ഓക്കെ, ഇതാണ് ഈ എഡിറ്റേഴ്സിനകത്ത് എങ്ങനെ ചെയ്യേണ്ട രീതി ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, സോ അടുത്ത നമുക്ക് ബേസിക്കിനകത്തോട്ട് പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ ബേസിക് എന്ന് പറയുന്നത് ഇതാണ് നമ്മുടെ HTMLൻ്റെ സിൻടാക്സ്. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെയാണ്. ഇതിൽ നമുക്ക് ഡോക് ടൈപ്പ് എന്ന് പറയുന്നത് ആക്ച്വലി ഡോക്യുമെൻ്റ് എന്ത് ടൈപ്പാണ്, HTML ടൈപ്പാണോ അതോ ജാവാസ്ക്രിപ്റ്റ് ടൈപ്പാണോ, അങ്ങനെ പല ടൈപ്സ് കാണാൻ വേണ്ടി നമുക്ക് ഡോക് ടൈപ്പ് എന്ന് പറയുന്നത് കൊടുക്കുന്നുണ്ട്. പിന്നെ HTML ടാഗ് ഉണ്ട്, ബോഡിക്കകത്താണ് നമ്മുടെ മെയിനായിട്ട് കണ്ടന്റ് ഒക്കെ വരുന്നത്. ഓക്കെ, ഇവിടെ HTML ഹെഡിങ്സ് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. അതായത് H1 to H6 ടാഗ്, ഹെഡിങ് ടാഗ്സ് ആണ് H എന്ന് പറയുന്നത്. ഇതിൽ 1 എന്ന് പറയുന്നത് ആക്ച്വലി വലിയ ഫോണ്ടാണ്. ഇപ്പം ഞാൻ ട്രൈ ഇറ്റ് യുവർ സെൽഫ് നോക്കിക്കഴിഞ്ഞാൽ H1 എന്ന് പറയുന്ന ടാഗിനകത്ത് വലിയ ഫോണ്ടുള്ള സൈസുള്ള ഹെഡിങ് ആണ്. H2 കൊടുത്തു കഴിഞ്ഞാൽ അതിനേക്കാളും H1-നേക്കാളും ചെറുതായിരിക്കും. H3 എന്ന് പറഞ്ഞാൽ H2-നേക്കാളും ചെറുത്. സോ നമ്മൾ നമ്പർ കൂടുന്തോറും ഇതിൻ്റെ ഹെഡിങ്ങിൻ്റെ സൈസും കുറയും. അതുപോലെ നമുക്ക് HTML പാരഗ്രാഫ് ഉണ്ട്. പിന്നെ നമുക്ക് HTML ലിങ്ക് എന്ന് പറയുന്ന ഒരു എലമെൻ്റ് ഉണ്ട്. എലമെൻ്റ് ലിങ്ക് എങ്ങനെ കൊടുക്കുന്ന പറയുന്നത്, ഇവിടെ ഒരു A ടാഗ് ആണ് നമ്മൾ കൊടുക്കുന്നത്. ഇത് ആക്ച്വലി ഒരു ലിങ്ക് ടാഗ് ആണ്. അതിൻ്റെ ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത് href നമ്മളൊരു URL എന്ന് പറഞ്ഞു കൊടുക്കും. ഓക്കെ, href നമ്മൾ URLൻ്റെ വാല്യൂ പറഞ്ഞു കൊടുക്കും. എന്നിട്ട് നമ്മൾ അതിൻ്റെ ടെക്സ്റ്റ് പറഞ്ഞു കൊടുക്കും. സോ ഇവിടെയാണ് നമ്മുടെ ടെക്സ്റ്റ് ഇവിടെ കാണുന്നത്. ദിസ് ഇസ് എ ലിങ്ക്. ഇത് ആക്ച്വലി ബ്ലൂ ഫോണ്ട് കളറിലാണ്. താഴെ ഒരു അണ്ടർലൈൻ ഉണ്ട്. ഇത് ആക്ച്വലി ഒരു ലിങ്ക് ടൈപ്പാണ് ഈ ഒരു സംഭവം. ഇപ്പം നമ്മൾ ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ W3 സ്കൂൾസ് സൈറ്റിലേക്ക് പോകും. കാരണം നമ്മൾ hrefനകത്ത് കൊടുത്തിരിക്കുന്ന വാല്യൂ എന്ന് പറയുന്നത് w3schools.com ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ റൺ ചെയ്ത് കൊടുത്താൽ ഇവിടെ ആയിരിക്കും നമ്മുടെ വെബ്സൈറ്റ് ഇവിടെ ലോഡ് ചെയ്യുന്നത്. ഓക്കെ, W3 സ്കൂൾസിൻ്റെ സൈറ്റ് ഇവിടെയാണ് ലോഡ് ചെയ്ത് കാണിക്കുന്നത്. സോ ഇതാണ് HTML ലിങ്ക്സ്. അടുത്ത HTML ഇമേജസ് എന്ന് പറഞ്ഞാൽ അതിൽ കൊടുക്കുന്നത് IMG ടാഗ് ആണ്. അതിനകത്ത് വരുന്ന ആട്രിബ്യൂട്ട് എന്ന് പറഞ്ഞാൽ SRC, സോഴ്സ് ഫയൽ, അതായത് നമ്മുടെ ഇമേജിൻ്റെ പാത്ത്. പിന്നെ ആൾട്ടർനേറ്റീവ് ടെക്സ്റ്റ്, അതായത് ഇമേജിൻ്റെ ടെക്സ്റ്റ് കാണിക്കാൻ വേണ്ടി നമ്മളത് കൊടുക്കുന്നുണ്ട്. പിന്നെ വിഡ്ത്തും ഹൈറ്റും ഇവിടെ സെറ്റ് ചെയ്യുന്നുണ്ട്. ട്രൈ ഇറ്റ് യുവർ സെൽഫ് കൊടുത്തു കഴിഞ്ഞാൽ ഇവരുടെ ഇവിടെ ഇമേജ് ഇവിടെ കാണിക്കുന്നുണ്ട്. അതിന് ഇമേജ് കാണിക്കണമെങ്കിൽ നമ്മൾ IMG ടാഗ് വെച്ചിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ ക്ലോസിംഗ് ടാഗ് കൊടുക്കുന്ന കുഴപ്പമൊന്നുമില്ല. കാരണം എന്ന് പറഞ്ഞാൽ IMG ടാഗിന് ഇത് ആക്ച്വലി ഒരു ക്ലോസിംഗ് ടാഗിൻ്റെ ആവശ്യമില്ല. അപ്പോൾ അതിന് നമുക്ക് ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഓട്ടോമാറ്റിക്കലി ക്ലോസിംഗ് ടാഗ് ആണെന്ന് HTML മനസ്സിലാവും. സോ ഇത്ര ആട്രിബ്യൂട്ട്സ് ആണ് ഉള്ളത്. SRC, ആൾട്ട്, വിഡ്ത്ത്, ഹൈറ്റ്. അതായത് വിഡ്ത്ത് ഹൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇമേജിൻ്റെ ഹൈറ്റും വിഡ്ത്തും കാര്യങ്ങളാണ് നോക്കുന്നത്. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് HTML എലമെൻറ്റ്സിലേക്ക് പോവുക. HTML എലമെൻറ്റ്സിനകത്ത് പറയുന്നുണ്ട് HTML എലമെൻറ്റ് ഈസ് എവറിത്തിങ് ഫ്രം ദ സ്റ്റാർട്ട് ടാഗ് ടു ദ എൻഡ് ടാഗ്. ഓക്കെ, ഇവിടെ ഒരു ടാഗ് നെയിം കാണും, അതായത് സ്റ്റാർട്ടിങ് ടാഗ് നെയിം. അത് കഴിഞ്ഞിട്ട് നമ്മൾ സ്റ്റാർട്ടിങ് ടാഗും എൻഡ് ടാഗിൻ്റെ ഇടയിലാണ് നമ്മുടെ കണ്ടന്റ് വരുന്നത്. ഇപ്പോൾ ഇവിടെ H1
ഈ h1 എന്ന് പറയുന്നത് സ്റ്റാർട്ടിംഗ് ടാഗും /h1 എന്ന് പറഞ്ഞ എൻ ടാഗ്. ഈ സ്ലാഷിന് കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ അത് ആക്ച്വലി എൻ ടാഗ് ആണ് ഉദ്ദേശിക്കുന്നത്. ഈ h1ന്റെ സ്റ്റാർട്ട് ടാഗും എൻ ടാഗിന്റെ ഇടയിലാണ് നമ്മുടെ കണ്ടന്റ് ഇവിടെ വരുന്നത്. ഓക്കെ, ആ കണ്ടന്റ് ആണ് ഇവിടെ നമുക്ക് കാണിച്ചു തരുന്നത്. ഓക്കെ, സോ ഇതാണ് എലമെന്റിന്റെ ബേസിക് ആയിട്ടുള്ളൊരു സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇപ്പൊ ഇവിടെ നമ്മൾ h1 ഉണ്ട്, ഇവിടെ p ടാഗ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് നെസ്റ്റഡ് HTML എലമെന്റ്സ് ഇവിടെ വരുന്നുണ്ട്. അതായത് നമുക്ക് ഈ HTML-നകത്ത് ബോഡിക്കകത്ത് വരുന്നത് നമ്മുടെ കണ്ടന്റ് ആണ്. കണ്ടന്റിനകത്ത് പല എലമെന്റ്സ് കാണും. സോ ഇത് ആക്ച്വലി ഒരു നെസ്റ്റഡ് HTML എലമെന്റ് ആണ് പറയുന്നത്. ഓക്കെ, സോ ഇതിനകത്ത് നമുക്ക് ഒരുപാട് എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട് എങ്ങനെയാണ് ഇത് ചെയ്യേണ്ട രീതി എന്ന് പറയാം. ഇനി നമുക്ക് HTML ആട്രിബ്യൂട്ട്സ് എന്ന് പറയുന്ന സംഭവമുണ്ട്. HTML ആട്രിബ്യൂട്ട്സ് എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ നമ്മളുടെ എലമെന്റിന്റെ കുറെ ആട്രിബ്യൂട്ട്സ് കാണും. ഇപ്പൊ IMG-യിൽ നോക്കുകയാണെങ്കിൽ ഇപ്പൊ ഇവിടെ ആങ്കർ ടാഗ്, അതായത് ഈ ലിങ്ക് ടാഗ് എന്ന് പറഞ്ഞാൽ ഈ href എന്ന് പറയുന്നത് ആക്ച്വലി ആട്രിബ്യൂട്ട് ആണ്. IMG ടാഗ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് 4 ആട്രിബ്യൂട്ട്സ് ആണുള്ളത്: SRC, ആൾട്ട്, വിഡ്ത്തും പിന്നെ ഹൈറ്റും. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ആട്രിബ്യൂട്ട്സ് എന്ന് പറയുന്നത്. ഇനി അടുത്ത് നമുക്ക് ഹെഡിങ്സ് ആണ് വരുന്നത്. ഹെഡിങ്സ് എന്ന് പറഞ്ഞാൽ ഹെഡിങ് 1, 2, 3 നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ H1 to H6 വരെ ഉണ്ട്. ഈ H1 ആണ് ഏറ്റവും വലിയ ഫോണ്ട് സൈസ് ഉള്ളത്. H6 എന്ന് പറഞ്ഞാൽ വേറെ ചെറിയ ഫോണ്ട് സൈസ് ഉള്ള ഹെഡിങ്ങിനാണ് നമ്മൾ H6 എന്ന് പറയുന്നത്. പിന്നെ അടുത്തത് പാരഗ്രാഫ്സ് ആണ്. പാരഗ്രാഫ്സ് എന്ന് പറയുന്നത് P എലമെന്റ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സോ ഈ P എലമെന്റിന്റെ സൈഡിൽ നമ്മൾ P സ്റ്റാർട്ടിംഗ് ടാഗ് ആണ്, എൻ ടാഗ് ആണ്, അതിൻ്റെ ഇടയിലാണ് നമ്മൾ പാരഗ്രാഫിന്റെ സെന്റൻസ് നമ്മൾ കൊടുക്കുന്നത്. പിന്നെ നമുക്ക് HTML ഡിസ്പ്ലേ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് ഇവിടെ ട്രൈ ഇറ്റ് യുവർ സെൽഫ് കൊടുത്തു കഴിഞ്ഞാൽ സോ നമുക്ക് ഇങ്ങനെ ആയിരിക്കും കൊടുത്തിരിക്കുന്നത്. ഇത് P. ഇപ്പൊ ഇവിടെ മൂന്ന് P എലമെന്റ് ആണ് ഉള്ളത്. 3 P എലമെന്റിലും 3ലും കണ്ടന്റ് ഉണ്ട്. ഓക്കെ, ഫസ്റ്റ് P എന്ന് പറയുന്നത് ഫസ്റ്റ് പാരഗ്രാഫിലുള്ള കണ്ടന്റ്, സെക്കൻഡ് P എലമെന്റ് എന്ന് പറഞ്ഞാൽ സെക്കൻഡ് പാരഗ്രാഫിലുള്ള കണ്ടന്റ്, തേർഡ് P എലമെന്റ് എന്ന് പറഞ്ഞാൽ തേർഡ് പാരഗ്രാഫുള്ള P എലമെന്റ് ആണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഹൊറിസോണ്ടൽ റൂൾസ് എന്ന് പറഞ്ഞാൽ HR എന്ന് പറയുന്നത് ഹൊറിസോണ്ടൽ റൂൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഹൊറിസോണ്ടൽ ലൈൻ വരയ്ക്കാനുള്ള നമുക്ക് ഇവിടെ കൊടുക്കുന്നത്. അതിന് നമ്മൾ HR ടാഗാണ് നമ്മളിവിടെ കൊടുക്കുന്നത്. സോ ഇങ്ങനത്തെ കുറച്ച് ബേസിക് കാര്യങ്ങളുണ്ട്. ഇപ്പൊ ലൈൻ ബ്രേക്സ് നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന സാധനം. അതായത് നമുക്ക് അടുത്ത വേർഡിലോട്ട് പോകണമെങ്കിൽ ഇപ്പൊ ദിസ് ഈസ് എ പാരഗ്രാഫ് വിത്ത് ലൈൻ ബ്രേക്സ്. ഇപ്പൊ ദിസ് ഈസ് എന്ന് പറഞ്ഞ ഒരു ലൈൻ ആയിരിക്കും. ബ്രേക്ക് കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത ലൈനിലായിരിക്കും നമ്മുടെ കണ്ടന്റ് വരുന്നത്. പിന്നെ അത് കഴിഞ്ഞ് രണ്ടാമത്തെ ഒരു ബ്രേക്ക് കൊടുത്തിട്ടുണ്ട്, അത് അടുത്ത ലൈനിൽ കണ്ടന്റ് വരും. ഓക്കെ, സോ നമ്മൾ ഇത്രയാണ് നമ്മുടെ ബേസിക് കാര്യങ്ങളായിട്ട് ഉള്ളത്. ഇപ്പോൾ ഇൻട്രൊഡക്ഷനിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് ഇതിനകത്ത് പറയുന്നുണ്ട്, എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത്, എഡിറ്റേഴ്സ് ഉണ്ട്, ബേസിക് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി അടുത്ത നമുക്ക് ചെയ്യേണ്ടത് നമുക്ക് സ്റ്റൈൽസ് ആണ്. അത് നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ ചെയ്യാം.